കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വളരെ ഗൗരവതരമാണ്. ഇത് എറണാകുളം ആലപ്പുഴ ഭാഗങ്ങളിലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യത കൂടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീരപ്രദേശത്തുള്ള ആളുകൾക്ക്, മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ മുന്നറിയിപ്പുകൾ കൂടെ നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും അതെടുക്കാനോ തുറന്നു നോക്കാനോ ശ്രമിക്കരുത്. മറൈൻ ഗ്യാസുലിൻ പോലെയുള്ള അല്ലെങ്കിൽ സൾഫർ കണ്ടന്റുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് എന്നുകൂടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മുന്നറിയിപ്പുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് തീരദേശത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. യു ഷൈജു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, പ്രത്യേകിച്ച് ഈ കണ്ടെയ്നറുകൾ കൂടുതലായി കടലിലേക്ക് പതിക്കുന്നു എന്നുള്ളൊരു വാർത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. അത് എത്രത്തോളം ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളത്, ഏത് സമയത്തേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു കൃത്യത ഇല്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട തീരദേശത്തുള്ള ആളുകളും മത്സ്യത്തൊഴിലാളികളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്? ജിൽസി, ഒക്കെയും അനുമാനങ്ങളാണ്. കാരണം നേരത്തെ സനൂപ് സൂചിപ്പിച്ചതുപോലെ അപകടകരമായ ഒരു അവസ്ഥ എന്നത് കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് പതിക്കുമ്പോഴാണ്. പതിച്ചാൽ അത് ഒഴുകി നടന്നാലുണ്ടാകുന്ന പലതരം അപകടങ്ങളുണ്ട്. അത് കടലിലെത്തിയാലും കരയിലേക്ക് എത്തിയാൽ തന്നെയും പലതരം അപകടങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കടലിലാണ് എങ്കിൽ മത്സ്യബന്ധനത്തിന് അടക്കം പോകുന്നവർക്ക് അത് വലിയ പ്രയാസം സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ കരയിലേക്ക് എത്തിയ ആളുകൾ ഏതെങ്കിലും തരത്തിൽ കൗതുകത്തോടുകൂടി അതിലേക്ക് അടുത്തേക്ക് എത്തിയാലും പ്രയാസം സൃഷ്ടിക്കും. ഞാനിപ്പോൾ ആലപ്പുഴ കടപ്പുറത്താണ് ഉള്ളത്. ഈ കടപ്പുറത്ത് നേരത്തെ ഇത് ഒരു തുറമുഖ തീരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന്റെ ശേഷിപ്പുകൾ അവശേഷിക്കുന്ന ഒരു തീരമാണ്. ഈ തീരത്ത് ഇപ്പോൾ ഈ മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടേക്ക് പലതരത്തിൽ ഇത് അടിയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ തന്നെ ഉള്ളത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മഴ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. രാവിലെ ഇവിടെ മോർണിംഗ് വാക്ക് അതുപോലെയൊക്കെയുള്ള കളികളുമൊക്കെ ആളുകൾ വരാറുള്ളതാണ്. പക്ഷെ മഴയുള്ളത് കൊണ്ടാണ് ആരും വരാത്തത്. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം, ഏതെങ്കിലും കാരണവശാൽ കണ്ടെയ്നറുകൾക്ക് സമാനമായ എന്തെങ്കിലും തീരത്ത് അടിഞ്ഞാൽ അവിടേക്ക് അടുത്തു വരരുത്, അതിൽ സ്പർശിക്കരുത് എന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കാരണം അതിൽ അപകടകരമായ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഓയിലുകൾ ഒഴുകിപ്പറക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താനോ അത് തൊട്ടുനോക്കാനോ പാടില്ല. പകരം പോലീസിൽ വിവരമറിയിക്കുക. 112 വിവരമറിയിക്കുക എന്നാണ്. അതിൽ പോലീസാണ് അക്കാര്യത്തിൽ ഇടപെടുക. അവർ ഇടപെട്ടോളും. അതുകൊണ്ട് ആരും അതിലേക്ക് അടുക്കരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരങ്ങളിൽ ഈ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴയിൽ തന്നെയും ഏത് ഭാഗത്തായിരിക്കും അടിയുക എന്ന സംബന്ധിച്ചൊക്കെയുള്ള അനുമാനങ്ങൾ മാത്രമാണ് ഉള്ളത്. ഏതായാലും തീരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആലപ്പുഴയിൽ ഈ വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന ഒരു തീരം കൂടിയായതുകൊണ്ട് നേരത്തെ തന്നെ മഴയും കാലവർഷവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ഒരു അതിജാഗ്രതാ നിർദ്ദേശം ഈ കപ്പൽ മുങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ട് എന്നാണ്. കപ്പൽ മുങ്ങിത്തുടങ്ങി